വെൽക്കം ബാക്ക് ടു Xylem Learning. മക്കളെ, ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ യോധ ബാച്ചിൽ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കുട്ടികൾ എങ്ങനെ ഫാൽക്കൺ ബാച്ച് പർച്ചേസ് ചെയ്യാമെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, നമ്മുടെ Xylem Learning ആപ്പ് ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ ഇങ്ങനെ ഒരു ഇന്റർഫേസ് നമുക്ക് കിട്ടും അല്ലെ. നമ്മൾ ഓൾറെഡി നമ്മുടെ ഓൺലൈൻ ട്യൂഷൻ ബാച്ച് ആയിട്ടുള്ള യോധ ബാച്ചിലെ കുട്ടികളാണ് അല്ലെ. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആയിരിക്കും കിട്ടുക. സോ നമ്മൾ ഇങ്ങനെ പോകുന്ന സമയത്ത്, താഴേക്ക് ഇങ്ങനെ പോകുന്ന സമയത്ത് നമുക്കിവിടെ മൈ ബാച്ചസ് എന്ന് കാണാൻ പറ്റും. മൈ ബാച്ചസ് അല്ലെ, യോധ സ്റ്റേറ്റ് ഉണ്ട്, യോധ CBSE ഒക്കെ ഇതിലുണ്ടാകും കേട്ടോ. അപ്പം എന്റെ നമ്പറിൽ ഇത്രയും ക്ലാസ്സസ് ഉള്ളതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ കാണുന്നത്. പക്ഷെ നിങ്ങളുടെ കേസിൽ ഇങ്ങനെ കൺഫ്യൂഷൻ നിങ്ങൾക്ക് വരില്ല അല്ലെ. അപ്പൊ നമ്മള് ഏതെങ്കിലും ഒരു യോധ സ്റ്റേറ്റോ അതോ CBSE ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ചൂസ് ചെയ്യുമ്പോ നമുക്കിതാ പ്രോ ലേണിംഗ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. പ്രോ ലേണിംഗ് അല്ലെ, പ്രോ ആയിട്ട് നമ്മൾ പഠിക്കുകയാണ്. അത് തന്നെയാണ് നമ്മളുടെ ഫാൽക്കൺ ബാച്ച് അല്ലെ. ഓക്കെ, അപ്പൊ നമ്മുടെ പ്രോ ബാച്ചിന് നമ്മൾ എന്ത് ചെയ്യാണ്, സെലക്ട് ചെയ്യാണ്. സോ ദിസ് ഇസ് അവർ ഫാൽക്കൺ ബാച്ച്. ഓക്കെ, ഇനി വളരെ സിമ്പിൾ ആണ്. നമ്മൾ ബൈ നൗ എന്ന് പറയുന്ന ഓപ്ഷനിലോട്ട് പോകുന്നു. സോ നമുക്ക് കാണാം, നമ്മൾ ഓൾറെഡി നമ്മുടെ ബാച്ചിൽ എക്സിസ്റ്റിംഗ് ആയത് കൊണ്ട് തന്നെ നമുക്ക് അടക്കേണ്ട ഫീ എന്ന് പറയുന്നത് ഇത്രയാണ്. അല്ല, നമ്മൾ ഫാൽക്കൺ ബാച്ച് മാത്രമാണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ നോക്കിക്കേ, ഇത്രയും എമൗണ്ട് ആണ് നമ്മൾ ഫീ ആയിട്ട് അടക്കേണ്ടത്. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, സിമ്പിൾ അല്ലെ, ബൈ നൗ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു. നമുക്ക് ടോട്ടൽ എമൗണ്ട് കാണാം. നമ്മുടെ കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്, നമ്മുടെ ഓഫറും നമ്മുടെ എല്ലാ കാര്യങ്ങളും അവിടെ ഉണ്ട്. ദെൻ പ്രൊസീഡ് ടു ബൈ എന്ന് പറയുന്ന ഓപ്ഷൻ നമ്മൾ കൊടുക്കുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. കാർഡ്സ് വഴിയും അല്ലെ, UPI പേയ്മെന്റ്, അങ്ങനെ ഒരുപാട് മെത്തേഡ്സ് നമുക്കുണ്ട് അല്ലെ. നമ്മളുടെ QR കോഡൊക്കെ ഉണ്ട് അല്ലെ, അത് വെച്ചിട്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, പേയ്മെന്റ് അടക്കാം. സോ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. സോ ഇനി നിങ്ങൾ സമയം കളയരുത്, കാരണം നമ്മൾ ഫാൽക്കൺ ബാച്ച് നമ്മൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇത്രയും അല്ലെ, നമ്മൾ ഇന്റൻസീവ് ആയിട്ട് നമ്മുടെ ടോപ്പിക്സ് ഒക്കെ ഇപ്പൊ തന്നെ നമ്മൾ പഠിച്ചു തുടങ്ങുകയാണ്. അങ്ങനെയാണെങ്കിൽ അല്ലെ, നമ്മളിപ്പം +2 കഴിഞ്ഞിട്ട് നമ്മൾ ഒരു വർഷം അതിനു വേണ്ടി മാറ്റി വെക്കേണ്ട ആവശ്യം നമുക്ക് അവിടെ വരില്ല അല്ലെ. പലപ്പോഴും നമ്മൾ ചെയ്യുന്ന കാര്യമാണ്, നമ്മൾ +2 ഒക്കെ കഴിഞ്ഞിട്ട് പിന്നീട് നമ്മൾ വീണ്ടും നമ്മുടെ വർഷങ്ങൾ അവിടെ കളഞ്ഞ് വീണ്ടും എക്സാം എഴുതി വീണ്ടും എഴുതേണ്ട ആവശ്യം നമുക്ക് വരില്ല. നമ്മൾ ഇപ്പോഴേ ചെറുപ്പം മുതലേ നമ്മൾ എന്ത് ചെയ്യാണ്, പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അവിടെ അടിപൊളിയാക്കാൻ നമുക്ക് പറ്റും. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഇനിയും സമയം കളയേണ്ട, പെട്ടെന്ന് നമ്മൾ ബാച്ചിൽ ജോയിൻ ചെയ്യാം കേട്ടോ. ഓക്കെ, ബൈ.